ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ കൂഴച്ചക്ക ഉപയോഗിച്ച് അതിൻ്റെ നൂറെടുത്തിട്ട് എങ്ങനെ അടി ഉണ്ടാക്കാം എന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെ, എനിക്ക് ഒരു പീസല്ല ഒരു കൂഴച്ചക്ക കിട്ടിയിട്ടുണ്ട്. സാധാരണ കൂഴച്ചക്ക കിട്ടിയാൽ ഞാൻ ഉപയോഗിക്കാറില്ല, അല്പമൊക്കെ തിന്നിട്ട് ബാലൻസ് കളയാറാണ് പതിവ്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി ഇതിൻ്റെ നൂറെടുത്ത് അട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ചക്ക ഒന്ന് വെട്ടി അതിൻ്റെ പൂഞ്ഞയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഓരോ ചുളയിലെയും കുരു ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ അരിപ്പ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഞാൻ നല്ലൊരു പാത്രം, ഒരു ചീനച്ചട്ടി, അതായത് നമുക്ക് ഈ ചക്ക വരട്ടാൻ പറ്റിയ ഒരു പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ അരിപ്പത്തട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഈ ചക്ക ഓരോ ചുളയിലെയും കുരു കളഞ്ഞ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ചക്കയെല്ലാം കുരു കളഞ്ഞ് അരിപ്പപാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നൂറെടുക്കാനായിട്ട് കൈകൊണ്ട് നമുക്ക് ഈ പാത്രത്തിൽ ഇതുപോലെ ഈ ചക്ക നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ ഇത് താഴത്തോട്ട് ചാടുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ പാത്രം ഒന്ന് പൊക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ നൂറിനകത്തേക്ക് ചാടുന്ന കണ്ടോ. അതുപോലെ നമുക്ക് ഇത് നന്നായിട്ട് അല്പം സമയം എടുത്ത് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു പണിയല്ല കേട്ടോ. കൈകൊണ്ട് ഇതുപോലെ ചെയ്ത് നമുക്കിതിൻ്റെ നൂറെല്ലാം എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ നൂലും പാടയൊക്കെ നമുക്ക് വേറെ തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഇത് നന്നായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ നമുക്ക് ഇത്രയും നൂറാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചക്കയൊന്ന് വരട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിത് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ശർക്കര ഉരുക്കി വെച്ചേക്കണ്ടാണ് കേട്ടോ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്ക വരട്ടുമ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് വരട്ടാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ചക്ക ഈ ഒരു പരുവം വരെയാണ് ഞാൻ വരട്ടുന്നുള്ളൂ. കാരണം ഇതിപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നതാണ്, ഒത്തിരി നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ളതല്ല കേട്ടോ. അതിൻ്റെ പേരിൽ ഞാൻ ഇത്രയാണ് വരട്ടണുള്ളൂ. അപ്പോൾ നിങ്ങളിത് വരട്ടുമ്പോൾ ഒത്തിരി നാളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ. ഇതിലെ ജലാംശമെല്ലാം പോയി നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ട് വരട്ടിയാൽ ഒത്തിരി നാൾ കേടാവാതെ സൂക്ഷിക്കട്ടെ നമുക്ക്. അപ്പോൾ ഞാനിത് ഇത്രയേ വരട്ടണുള്ളൂ. ഇനി ഞാൻ ഇതിനകത്തേക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മുറി തേങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തെടുത്തേക്കുന്നതാണ് കേട്ടോ. അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ തേങ്ങ ഇതുപോലെ വറുത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അടയ്ക്ക്. മാത്രമല്ല നമ്മുടെ അട കേടാവാതെയും ഇരിക്കും കേട്ടോ. ഒരു 3-4 ദിവസമൊക്കെ കേടാവാതെ ഇരിക്കും. അപ്പോൾ അത് മാത്രമല്ല പ്രത്യേക ടേസ്റ്റുമാണ് അട കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 10-20 ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കാം. പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അട ഭയങ്കര ഹാർഡായിരുന്നു, ഭയങ്കര മുറുക്കമായിരുന്നു അടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ ഇതുപോലെ തിളച്ച് കിടക്കുന്ന നല്ല ചക്ക വരട്ടിയതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഭയങ്കര ഹാർഡ് രീതിയിൽ കുഴച്ചെടുക്കാതെ ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല ചൂട് ചക്കയിലേക്കാണ് കേട്ടോ നമ്മൾ പൊടിയിട്ട് കുഴച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കയ്യിൽ കൊണ്ടാണ് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. അപ്പോൾ അതേ കയ്യിൽ കൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിലേക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇടന്നലയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി എടുത്തേക്കുന്നതാണ് കേട്ടോ ഈ ഇല. ഇത് ഇടന്നലയിൽ അട ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റും നല്ല സുഗന്ധവുമാണ് കേട്ടോ. വാഴയിലയിൽ അട ഉണ്ടാക്കുന്നതിനേക്കാൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇടന്നലയിൽ അട ഉണ്ടാക്കുമ്പോൾ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഇലയുടെ ഒരു വശത്തേക്കാണ് കേട്ടോ ഞാനൊന്ന് പരത്തി കൊടുക്കുന്നത്. കയ്യിൽ ഒട്ടുകയാണെങ്കിൽ അല്പം വെള്ളത്തിൽ കൈ നനച്ചിട്ട് പരത്തി കൊടുത്തേണ്ടെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കില്ല കേട്ടോ. അപ്പോൾ അത് ഒരു വശത്തേക്ക്
പരത്തിയതിന് ശേഷം ഞാൻ ഇലയൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിൻ്റെ തുമ്പ് 2-3 കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ നമുക്ക് ഈ അടയെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ അടയെല്ലാം ഞാൻ പരത്തി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊരു സ്റ്റീമറിലോട്ട് ഈ അടയെല്ലാം പറക്കി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ അടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും അതുപോലെ നല്ല മണമുണ്ട്. വീട് മൊത്തം നല്ല സോഫ്റ്റുമായിരുന്നു കേട്ടോ അട. അപ്പോൾ ഇതുപോലെ ഒന്ന് അട തയ്യാറാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്